എല്ലാവർക്കും നമസ്കാരം. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്, അല്ലേ? സ്വാതന്ത്ര്യം, പണം, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം. പക്ഷെ പലപ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. സ്വന്തം ബിസിനസ്സിൽ നമ്മളൊരു ജോലിക്കാരനെ പോലെ കുടുങ്ങിപ്പോകും. അപ്പോ ആ ഒരു കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? നിങ്ങളവിടെ ഇല്ലെങ്കിൽ പോലും അടിപൊളിയായി ഓടുന്ന ഒരു ബിസിനസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? വാ, നമുക്ക് നോക്കാം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ സ്വപ്നം കാണുന്നത്? ഫ്രീഡം. നമ്മൾ ഉറങ്ങുമ്പോഴും വരുമാനം വരണം, ആരുടെയും കീഴിലല്ലാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ശരിക്കും സംഭവിക്കുന്നതോ? രാവും പകലും ഓഫീസിൽ സെയിൽസ് നോക്കുന്നത് നമ്മള്, സാധനം ഡെലിവറി ചെയ്യുന്നതും നമ്മള്. അവസാനം സ്വന്തമായി ഉണ്ടാക്കിയ സ്ഥാപനത്തില് ഒരു തടവുകാരനെ പോലെയായിത്തീരും. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. സത്യസന്ധമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ശരിക്കും ഒരു ബിസിനസ്സിന്റെ മുതലാളിയാണോ, അതോ നിങ്ങൾക്കായി തന്നെ ഒരു ജോലി ഉണ്ടാക്കി അതിൽ പെട്ടിരിക്കുകയാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മതി ഒരുപക്ഷേ നിങ്ങളെ ബിസിനസ്സിന്റെ തലവര മാറ്റിയെഴുതാൻ. ഈ അവസ്ഥ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സ്റ്റിക്സിന്റെ കഥയൊന്ന് കേട്ടുനോക്കാം. സ്റ്റിക്സ് ഒരു പ്രിന്റിംഗ് ബിസിനസ് തുടങ്ങി. സംഗതി കൊള്ളാം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ബിസിനസ് സ്റ്റിക്സിനെ അങ്ങ് ഏറ്റെടുത്തു. സെയിൽസ്, പ്രിന്റിംഗ്, കസ്റ്റമർ സർവീസ്, ഡെലിവറി, എല്ലാം ഒറ്റയ്ക്കേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്റ്റിക്സ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഒരു ഞെട്ടിക്കുന്ന സത്യം. ഞാനൊരു ദിവസം കടയിൽ വന്നില്ലെങ്കിൽ ഇവിടെയെല്ലാം നിൽക്കും. അതൊരു വെറും തിരിച്ചറിവായിരുന്നില്ല, അതായിരുന്നു ആ മൊമെന്റ്. എല്ലാം മാറ്റിമറിച്ച ആ നിമിഷം. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, താനുണ്ടാക്കിയതൊരു ബിസിനസ്സല്ല, തനിക്ക് വേണ്ടി മാത്രമുള്ളൊരു ജോലിയാണെന്ന്. അപ്പോ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ദ ഓണേഴ്സ് ട്രാപ്പ്, അതായത് ഉടമയുടെ കെണി. എന്തുകൊണ്ടാണ് മിക്ക ബിസിനസ്സുകളും ഒരിടത്ത് തന്നെ സ്റ്റക്കായി പോകുന്നത്? സ്റ്റിക്സിന്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, ഇതൊരുപാട് പേർ അനുഭവിക്കുന്നതാണ്. എന്താണ് ഒരു ബിസിനസ് എന്നതിനെക്കുറിച്ച് നമുക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം. ഇതിനെയാണ് ടെക്നീഷ്യന്റെ കെണി എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. നിങ്ങൾക്കൊരു കഴിവുണ്ട്. വിചാരിക്കുക, നിങ്ങൾ നല്ലൊരു ഷെഫാണ്. ആ കഴിവ് വെച്ച് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും തിരക്കുള്ള ജോലിക്കാരനായി മാറും, അല്ലേ? അതായത് നിങ്ങളൊരു കമ്പനി പണിയുകയല്ല, നിങ്ങൾക്കായി ഒരു സ്വർണ്ണക്കൂട് പണിയുകയാണ്. ശരി, അപ്പോൾ ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തുവരും? അതിനുള്ള ഉത്തരമാണ് ഈ 3 റോളുകൾ. ഓരോ ബിസിനസ് ഉടമയുടെ ഉള്ളിലും ഈ 3 പേരുണ്ട്. ഈ 3 റോളുകളും കൃത്യമായി ബാലൻസ് ചെയ്യുന്നിടത്താണ് യഥാർത്ഥ വിജയം. ഓക്കെ, അപ്പോൾ ഈ ടേബിളൊന്ന് നോക്കാം. ഒന്നാമത്തെയാൾ ടെക്നീഷ്യൻ, അതായത് ജോലി ചെയ്യുന്നയാൾ. ഇയാളെപ്പോഴും ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക. സ്റ്റിക്സ് ഈ റോളിൽ കുടുങ്ങിപ്പോയ ആളാണ്. രണ്ടാമത്തേത് മാനേജർ, ജോലി ഓർഗനൈസ് ചെയ്യുന്നയാൾ. കാര്യങ്ങൾക്കൊരടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാക്കുന്നത് മാനേജറാണ്. ഇനി മൂന്നാമത്തെയാളാണ് ഏറ്റവും പ്രധാനം, സംരംഭകൻ അഥവാ ഓൺട്രപ്രണർ. ഇയാൾ ചിന്തിക്കുന്നത് ഭാവിയെപ്പറ്റിയാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞ് ഈ ബിസിനസ് എവിടെയായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നയാൾ. നമ്മളിൽ പലരും ടെക്നീഷ്യന്റെ റോളിൽ ഒതുങ്ങുമ്പോഴാണ് ബിസിനസ് നമ്മളില്ലാതെ ഓടാതെ വരുന്നത്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഇവിടെയാണ് ഏറ്റവും പവർഫുള്ളായൊരു ഐഡിയ വരുന്നത്, ഫ്രാഞ്ചൈസി മൈൻഡ് സെറ്റ്. അതായത് നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ ബിസിനസ് നാളെ ആയിരക്കണക്കിന് ബ്രാഞ്ചുകളുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ ആദ്യത്തെ മോഡലാണ് എന്ന് സങ്കൽപ്പിച്ച് ഓരോ കാര്യവും ചെയ്യുക. മക്ഡൊണാൾഡ്സ് എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. അതിന്റെ പിന്നിലുള്ള റേക്രോക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊരു ബിസിനസ് അല്ല ഉണ്ടാക്കുന്നത്, നിങ്ങളൊരു സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി ബിസിനസ് ഉണ്ടാക്കും. ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇത് പണ്ടും മാത്രമല്ല, ഇന്നും ഇതുതന്നെയാണ് പ്രധാനം. ആമസോണിന്റെ ജെഫ് ബെസോസ് പറയുന്നതും ഇതേ കാര്യമാണ്. സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക, ആ സിസ്റ്റങ്ങളെ വിശ്വസിക്കുക. സിസ്റ്റങ്ങൾ ബിസിനസ് നടത്തിക്കോളും. കണ്ടില്ലേ, കാലം മാറിയാലും ഈ തത്വം മാറുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നമ്മുടെ ലക്ഷ്യം പെർഫെക്ഷനല്ല, ഡ്യൂപ്ലിക്കേഷനാണ്. അതായത് തനി പകർപ്പുകൾ ഉണ്ടാക്കാൻ കഴിയണം. ആര് വന്ന് ചെയ്താലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക. മക്ഡൊണാൾഡ്സിലെ ബർഗർ ലോകത്തിലെ ഏറ്റവും നല്ല ബർഗർ ആയിരിക്കില്ല, പക്ഷേ ലോകത്തെവിടെ പോയാലും ഒരേ ടേസ്റ്റാണ്. അതാണ് അവരുടെ സിസ്റ്റത്തിന്റെ വിജയം. ഈയൊരു യാത്രയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ശരിക്കും ഒരു മനുഷ്യന്റെ വളർച്ച പോലെ തന്നെ. ആദ്യത്തേത് ശൈശവം. നിങ്ങൾ തന്നെയാണ് ബിസിനസ്, ഭയങ്കര ഓട്ടമായിരിക്കും. രണ്ടാമത്തേത് കൗമാരം. നിങ്ങൾ പതുക്കെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പഠിക്കുന്നു, സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി 3ആമത്തെ സ്റ്റേജ് പക്വത. ഇവിടെ ബിസിനസ് തനിയെ ഓടാൻ തുടങ്ങും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം, അല്ലേ? അതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ കൃത്യമായ വഴികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള 4 സ്റ്റെപ്പുകൾ. 1. എല്ലാത്തിനും സിസ്റ്റം ഉണ്ടാക്കുക. ചെറിയ കാര്യമാണെങ്കിലോ പോലും അതെങ്ങനെ ചെയ്യണമെന്ന് എഴുതി വെക്കുക. 2. പേടിയില്ലാതെ ജോലികൾ മറ്റൊരാളെ ഏൽപ്പിക്കുക. ആ ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന ചിന്തയുണ്ടല്ലോ, അതെടുത്ത് ദൂരെ കളയണം. 3. വെറും സഹായികളെ അല്ല വേണ്ടത്, ഒരു ടീമിനെയാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം. 4. പണത്തിന്റെ കാര്യങ്ങൾ പരമാവധി ഓട്ടോമേറ്റ് ചെയ്യുക. ശരി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ സ്റ്റിക്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് വർക്കൗട്ടായതെന്ന് നോക്കിയാലോ? നമുക്ക് തിരിച്ച് സ്റ്റിക്സിന്റെ അടുത്തേക്ക് പോകാം.
സ്റ്റിക്സ് ചെയ്തത് ഇത്ര മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ. ബിസിനസ്സിലെ ഓരോ ജോലിയും എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി എഴുതിവെച്ചു. പിന്നെ ഒരു അസിസ്റ്റന്റിനെയും മാനേജരെയും നിയമിച്ചു. അവരെ പഠിപ്പിച്ചത് സ്വന്തം ഓർമ്മ വെച്ചല്ല, എഴുതിവെച്ച സിസ്റ്റം വെച്ചാണ്. പേയ്മെന്റ്സും ഇൻവോയ്സിംഗും ഓട്ടോമേറ്റ് ചെയ്തു. മാർക്കറ്റിംഗും ഓപ്പറേഷൻസുമൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചു. അങ്ങനെ തനിക്ക് വേണ്ടി തനിയെ പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ സ്റ്റിക്സ് ഇങ്ങനെയൊക്കെ ചെയ്തു. ഇതിന്റെയൊക്കെ ഫലം എന്തായിരിക്കുമല്ലേ? അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. വെറും 6 മാസം കഴിഞ്ഞപ്പോൾ സ്റ്റിക്സ് ഒരു ദിവസം തന്റെ കടയിലേക്ക് വെറുതെ കയറി ചെന്നു. അപ്പോൾ എന്താ കാണുന്നത്? ഓർഡറുകൾ വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, ടീം നല്ല കോൺഫിഡൻസിലാണ്. ഏറ്റവും വലിയ കാര്യം, ഇതെല്ലാം നടക്കുന്നത് അദ്ദേഹം ഇല്ലാതെയാണ്. അതാണ് യഥാർത്ഥ വിജയം. അതായത് സ്റ്റിക്സ് തനിക്ക് വേണ്ടി ഒരു ജോലിയുണ്ടാക്കുകയല്ല ചെയ്തത്, അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം അദ്ദേഹത്തിന് വേണ്ടി ഒരു ബിസിനസ് ഉണ്ടാക്കി. ഇതിലാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. അപ്പോൾ അവസാനം ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു ബിസിനസ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണോ, അതോ നിങ്ങൾക്കായി ഒരു ജോലി ഉണ്ടാക്കി അതിൽ കുടുങ്ങിക്കിടക്കാൻ പോവുകയാണോ? തീരുമാനം നിങ്ങളുടേതാണ്. നന്നായി ചിന്തിക്കുക.